വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾ കിട്ടാനില്ലാതെ കാറ്ററിംഗ് സർവീസുകൾ പലതും പ്രതിസന്ധിയിലാണ്. വിറകടുപ്പിലേക്ക് മാറിയൊക്കെ ഒരു പരിധിവരെ ഇത്തരം സർവീസുകൾ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഇവരുടെയൊക്കെ ജീവനക്കാർ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ മറ്റു പല തൊഴിൽ മേഖലകളിലേക്കും തിരിഞ്ഞു. നമ്മൾ കേളമംഗലം കാറ്ററിംഗ് ആംബുലൻസിൻ്റെ സർവീസ് ടീമിലുള്ളതാണ്. ഞങ്ങളൊരു 25 പേരുടെ ഗ്രൂപ്പാണ് തുടക്കം മുതൽ ഇവരുടെ ഫുഡ് സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വന്നതോടുകൂടി ഇപ്പം ഞങ്ങളിലുള്ള പലരുടെയും EMIകളും മറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള പല സംഗതികളിലും പ്രശ്നത്തിലാണ്. ഇപ്പം ന്യൂസ് പേപ്പർ ഇടാൻ പോകുന്നുണ്ട്. ചെറിയ പരിചയമില്ലാത്ത നമ്മുടെ സ്കില്ല് ആവശ്യമില്ലാത്ത പണിയൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അല്ലാതെ നമ്മുടെ EMIകളൊക്കെ മുടങ്ങുകയാണ്. എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്തല്ലേ പറ്റൂ. മീനമാസം മേടമാസം കല്യാണ സീസണാണ്. ആ സീസണിൽ നമുക്ക് എടുക്കാനും പറ്റാത്തൊരവസ്ഥ. കാരണം ഇതിപ്പോൾ ഇന്നും ഇന്നലെയൊന്നും തരുന്ന വർക്കല്ല. നമുക്ക് 20, 23, 26 3 കല്യാണങ്ങളുണ്ട്. അതൊരു 6-8 മാസം മുന്നേ എഗ്രിമെൻ്റ് എഴുതിയ കാര്യമാണ്. നമ്മളന്ന് റേറ്റ് പറഞ്ഞ് സർവിങ്ങിൻ്റെ റേറ്റ് എല്ലാം പറഞ്ഞ് എഴുതി. അന്ന് 1800 രൂപ സിലിണ്ടർ വിലയുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ ആ കല്യാണം നടത്തണമെങ്കിൽ ബ്ലാക്കിൽ എടുക്കുന്നത് 3600, 3800 രൂപയ്ക്ക് എടുക്കണം. അത് പക്ഷേ അതെടുത്ത് നമുക്ക് അവരുടെ അടുത്ത് പറയാൻ പറ്റില്ല. നമ്മൾ റേറ്റ് നേരത്തെ കൊടുത്തിരിക്കുന്ന കാര്യമില്ലേ. അത് കല്യാണങ്ങളില്ലാത്തതിൻ്റെ അല്ല. ഫെബ്രുവരി 8 ലാസ്റ്റ് ഒരു കല്യാണം ചെയ്തത്. അതിനുശേഷം പിന്നെ കല്യാണ വർക്ക് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. പിന്നെ അല്ലാതെ ഈ കിച്ചണിൽ പറഞ്ഞ ചെറിയ ചെറിയ വർക്കുകളാണുള്ളത്. അതിൽ പക്ഷേ നമുക്ക് എല്ലാ സ്റ്റാഫുകളും ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ ഈ 100 ഗുണ 150 ഗുണ വന്നാൽ എനിക്ക് എൻ്റെ കാര്യം നടക്കും, എൻ്റെ വീട്ടുകാര്യം നടക്കും. പക്ഷേ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു കല്യാണം ആകുമ്പോൾ എല്ലാം കൂടെ ഒരു 10-40 സ്റ്റാഫ് വേണം. സെർവിങ്ങിനായാലും കിച്ചണിലായാലും ഇവർക്ക് ആർക്കും ഇല്ല. ഒരു മനുഷ്യനും ഒരു വർക്ക് കൊടുക്കാൻ പറ്റണില്ല. നമ്മളെപ്പോലുള്ള കാറ്ററിംഗ് യൂണിറ്റുകൾ പ്രതിസന്ധിയിലാകുമ്പോഴത്തേക്ക് ഒരാളല്ല, ഒരു നമ്മളെപ്പോലുള്ള ഒരു യൂണിറ്റിൽ ഏകദേശം 10-100 പേരുടെ എഫക്റ്റ് ഉണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. പാചകക്കാരായാലും സർവീസുകാരായാലും അത് മാത്രമല്ല, നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന പലചരക്കടയായാലും മലക്കറിക്കടയായാലും അതിഥി തൊഴിലാളികൾ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം അവരുടെയും ഒരു പ്രസൻറ്റ് ഇപ്പോൾ കുറവാണ്. ഓൺലൈൻ ഡെലിവറി ബോയ്സിന്റെ ജീവിതവും വ്യത്യസ്തമല്ല. അവരും പ്രതിസന്ധിയെ തുടർന്ന് മറ്റു പല ജോലികളിലേക്കും പലരും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മിക്കവരും വേറെ മേഖലയിലോട്ട് പോയാണ്. കുറേ പേര് പ്ലംബിങ് അങ്ങനത്തെ പരിപാടിക്ക് പോകുന്നു. പിന്നെ കുറേ പേര് ഈ ഫുഡിൻ്റെ ഗ്യാസിൻ്റെ പ്രോബ്ലം കാരണം ഫുഡ് ലഭിക്കാൻ ഭയങ്കര ലേറ്റാണ്. നമ്മൾ കുറേ നേരം ഹോട്ടലിൽ പോയി വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് കാശും കുറവാണ്. അനുസരിച്ച് കാശ് കിട്ടാണ്. ഉച്ചയ്ക്ക് ഈ വെയിലത്തൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് മിക്കവരും പ്ലംബിങ്, പിന്നെ രാത്രി ഊബർ ഓടാനൊക്കെ പോകുന്നുണ്ട്. ഈ ഫുഡിൻ്റെ മാറി ഊബർ മുതലായ ബിഗ് ബാസ്ക്കറ്റ് മുതലായ ഇവിടേക്ക് മിക്കവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാവരും വളരെ തുച്ഛമായ രൂപയ്ക്കാണ് ഈ ഉച്ചയ്ക്ക് കിടന്ന് ഓടണം. അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഹോട്ടലിൽ മാത്രമേ ഇപ്പോൾ നമുക്ക് ഓർഡർ വന്നുള്ളൂ. ചില ഹോട്ടലിലൊന്നും അങ്ങനെ അത്ര ഇതായിട്ട് പ്രവർത്തിക്കണമെന്നില്ല. കാരണം ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് അത്ര വലുതായിട്ട് ഓപ്പൺ ആയിട്ടൊന്നുമില്ല. ചിലതൊക്കെ കുറച്ച് സമയം ഓപ്പൺ ആക്കി വെച്ചിട്ട് രാവിലത്തെ കുറച്ച് ഡെലിവറി മാത്രം ചെയ്തിട്ട് പിന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ചില സാഹചര്യത്തിൽ ചിലവർ മാറിയും പോകുന്നുണ്ട്, വേറെ ജോലിക്കും പോകുന്നുണ്ട്. ഓട്ടം കുറവ് ആണല്ലേ? എങ്ങനെയാണ് അവസ്ഥ? ചെറിയ ഓട്ടം ഉണ്ട്, എന്നാലും നമുക്ക് ഈ സർജ് സമയത്തൊക്കെ ഈ ഇൻസ്റ്റാമാർട്ട് അങ്ങനെയൊക്കെയാണ് അടിക്കുന്നത്. അപ്പോൾ അതിനും ചെറിയ എമൗണ്ടേ കിട്ടുള്ളൂ. അപ്പോൾ അതായത് നേരത്തെ ഫുൾ ടൈം ഡെലിവറി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ മറ്റു പല കാര്യങ്ങളിലായിരുന്നു. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കേ ഓടണുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും മറ്റു സമയം വേറെ വല്ല ജോലിയും നോക്കും. വാണിജ്യ സിലിണ്ടറുകളുടെ അഭാവത്തിൽ പല ഹോട്ടലുകളും മുഴുവൻ സമയ പ്രവർത്തനം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു. രാവിലെ കുറച്ചുനേരം, വൈകിട്ട് കുറച്ചുനേരം എന്ന നിലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളുണ്ട്. സ്വാഭാവികമായും ഇവിടെ നിന്ന് ഓൺലൈൻ ഡെലിവറി കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർ അവരൊക്കെ അവസരങ്ങൾ കുറഞ്ഞതുകൊണ്ട് മറ്റു പല മേഖലകളിലേക്കും തിരിയുകയാണ്. എല്ലാം പഴയതുപോലെ തിരിച്ചെത്തും എന്ന പ്രതീക്ഷയിലാണ് അവരൊക്കെ. സായ് സൂര്യക്കൊപ്പം ആർ ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.